നമസ്കാരം എന്റെ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഗംഭീര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റൊന്നുമല്ല. നമ്മൾക്കറിയാം, നമ്മുടെ BJP അതല്ലെങ്കിൽ സംഘ പാതയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരുപാട് വ്യക്തികൾ തമ്മിലൊക്കെ പരസ്പരം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ ആകുമ്പോൾ നമുക്കതില് വലിയ വിഷമം വരാറുണ്ട്. അത്തരത്തിലെ ഒരു സഹോദരിയാണ് എല്ലാവർക്കും അറിയാവുന്ന ലസിത പാലക്കൽ എന്ന് പറയുന്ന, എല്ലാവരുടെയും പ്രിയപ്പെട്ട ലസിത. ഈ ലസിതയെ ഞാൻ സത്യത്തിൽ പരിചയപ്പെടുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ്. ലസിത ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം, കണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഉത്തരവാദിത്തത്തിലൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഓ നിങ്ങളുടെ സ്വന്തം ആളാണല്ലോ ലസിത എന്ന രീതിയിലൊക്കെ. അത്തരത്തിൽ ലസിതയുള്ള ആ ഒരു ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറയാറുണ്ട്. കാരണം അവിടെ ഔദ്യോഗിക പക്ഷം അതല്ലെങ്കിൽ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ പലരും ദേഷ്യത്തോടു കൂടിയൊക്കെയാണ് ചോദിക്കാറ്. അപ്പൊ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, അങ്ങനെ പറയരുത്. കാരണം നമ്മൾക്ക് അവരെയൊന്നും അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും സഞ്ചരിക്കുന്നത് ഒരു ലക്ഷ്യത്തിനും ഒരു പാതയിലും ആവുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം തികഞ്ഞവരല്ലല്ലോ. അപ്പൊ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും വരേണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ അങ്ങനെ അകറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് ബന്ധം പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് സഹോദരിമാരായാലും സഹോദരന്മാരായാലും, ജ്യേഷ്ഠ അനിയ സഹോദരന്മാരായാലും സഹോദരിമാരായാലും. അത്തരത്തിൽ ലസിത പാലക്കൽ ഇപ്പോ നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന കണ്ണന്റെ ചിത്രം വരയ്ക്കുകയാണോ അതോ ഇനി ഫോട്ടോ കോപ്പി എടുത്ത് ഹിന്ദുക്കളെ പറ്റിച്ച് വിൽക്കുകയാണോ എന്ന രീതിയിലൊക്കെ ഒരുപാട് ആരോപണം ഉയർന്നിട്ടുള്ള, ഇപ്പോ ഞാനടക്കം നമ്മുടെ ഈ ചാനലിലൊക്കെ എത്രയോ വീഡിയോസ് ജസ്ന സലീമിനെതിരെയൊക്കെ നമ്മൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടും അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാറ്. അത്തരത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവര് കഴിഞ്ഞ ദിവസമൊക്കെ എന്റെ ചാനലിന്റെ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ മൊബൈലിന്റെ നമ്പർ ഇവിടെ അടിയിൽ കാണിക്കുന്നുണ്ട്, ചാനൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് നമ്പർ ആയിട്ട് ചാനൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്പറിൽ ഇവർ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാറുണ്ട്. ഈ പറയുന്ന ജസ്ന സലീം, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ എന്നെ കുറ്റം പറയാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കൊടുക്കേണ്ടതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാറുണ്ട്. അല്ലാതെ വല്ലാതെ ഒരു ബന്ധമൊന്നും അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. നമ്മൾ ജസ്ന സലീം വിഷയം വന്ന സമയത്തൊക്കെ ജസ്നക്കെതിരെ കൃത്യമായിട്ട് നിലപാടെടുത്ത്, അത് നമ്മുടെ തോക്ക് സ്വാമി എന്ന് പറയുന്ന സ്വാമി ബ്രഹ്മാനന്ദ എന്തോ അദ്ദേഹത്തിന്റെ ആ വിഷയം, അദ്ദേഹമൊക്കെ ഈ ജസ്നയുടെ പിന്നിൽ നിന്നുകൊണ്ട് എനിക്കെതിരെയൊക്കെ പത്രസമ്മേളനം നടത്തിയ രംഗമൊക്കെ ഉണ്ടായിരുന്നു. അന്നും എല്ലാത്തിനും എല്ലാ സമയത്തും ജസ്ന സലീമിന് കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് തന്നെ, നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന ആളുകളായിക്കോ, ചിത്ര വിൽപ്പന നടത്തിക്കോ, പക്ഷെ അതിൽ അസത്യം കൂട്ടിച്ചേർത്തുകൊണ്ട് ഹൈന്ദവരെ പറ്റിക്കുന്ന രീതിയിലേക്ക്, കള്ളം പറയുന്ന രീതിയിലേക്ക് ഒരിക്കലും ചെയ്യരുത് എന്ന് തന്നെയാണ് നമ്മൾ അവിടെ എല്ലാം സമർത്ഥിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയാറുള്ളത്. പക്ഷെ ഒരു വ്യക്തി മാറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി, നമ്മൾ എല്ലാ കാലത്തും നമ്മൾ എല്ലാവരെയും ശത്രുക്കളായി പരിഗണിച്ച് അവരെ നിരന്തരം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജസ്ന സലീമിനെതിരെ ഇന്ന് ഒരു പരിധി വരെ 100% ആളുകൾ എതിരായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നവർക്ക്, അതിൽ ഇന്ന് ആരും അവർക്കെതിരെ അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അവർക്കെതിരെ വല്ല പോസ്റ്റുകളോ പരാമർശങ്ങളോ നടത്തിക്കൊണ്ട് രംഗത്ത് വരാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ലസിത പാലക്കൽ മാത്രമാണ് ഇന്ന് ആ സ്ത്രീക്കെതിരെ, ആ യുവതിക്കെതിരെ ഇത്തരത്തിൽ വ്യത്യസ്ത അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും ഈ ജസ്ന സലീം തിരിച്ച് ലസിതയുടെ വീട്ടുകാര്യങ്ങളും അമ്മയുടെ കാര്യം, ഇപ്പത്തെ ഭർത്താവിന്റെ കാര്യം, മക്കളെ നോക്കുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഈ പറയുന്ന ജസ്ന സലീം 1-2 ദിവസം മുൻപ് പല ജിഹാദികളും നമ്മുടെ ചാനലിനെതിരെയും എനിക്കെതിരെയൊക്കെ ട്രോളിക്കൊണ്ടും എനിക്കെതിരെയൊക്കെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതിനെ കുറിച്ചുകൊണ്ട് ഈ യുവതി ജസ്ന സലീം എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടനെതിരെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ സുഡാപ്പികൾ ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, നമ്മുടെ സമയവും എനർജിയും നമ്മുടെ ധനവും അതല്ലെങ്കിൽ നമ്മളെ മറ്റൊട്ടേറെ കാര്യങ്ങൾ ഈ ജിഹാദികൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് തീർക്കാനുള്ളതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ കുംഭമേളയോടനുബന്ധിച്ച് കുംഭമേളയ്ക്കുള്ള പോക്കും അതുമായി തിരിച്ചു വന്നിട്ടുള്ള ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോ വീഡിയോകളുടെ എണ്ണം കുറച്ചതാണ്. അത്തരക്കാരോട് പിന്നെ നമ്മൾ മറുപടി അല്ലെങ്കിലും പറയാറില്ല. അങ്ങനെ പറയാതിരിക്കുകയാണ് നമ്മൾക്ക് നല്ലത് എന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. സാന്ദർഭികമായിട്ട് ഞാൻ അവരോട് സൂചിപ്പിച്ചു, നിങ്ങൾ ഈ ലസിതയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധമുണ്ടല്ലോ, അതിന്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാൻ സമയം കിട്ടാറില്ല. എന്നിരുന്നാൽ അതിന്റെ ടൈറ്റിലുകളും കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ നടത്തുന്നത്? അതുകൊണ്ട് ഇനിയെങ്കിലും അത് നിർത്താൻ നോക്കും. നിങ്ങൾ ആ മുടക്കുന്ന സമയം, ഇപ്പോ കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് അത് ഉപജീവന മാർഗമാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഹിന്ദു എന്ന് പറയുന്ന ഹൈന്ദവന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരു മറയാക്കിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ വാണിജ്യപരമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായി ഈ പറയുന്ന കണ്ണന്റെ ചിത്രവുമായിട്ട് ഗുരുവായൂരിൽ വരുന്ന
വരുന്നതിനെയാണ് ആളുകൾ എതിർക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വിൽപ്പനയോ നിങ്ങളുടെ മാർക്കറ്റിങ്ങിനെയോ ആരും എതിർക്കുന്നില്ല. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ചുറ്റുവട്ടത്തെ ഓരോന്നും കാണിച്ചുകൊണ്ട് ഓരോ ഹിന്ദുവിന്റെയും നെഞ്ചു തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഒരിക്കലും ഹിന്ദു ക്ഷമിക്കുന്നതല്ല. പ്രത്യേകിച്ച് എന്നെ പോലത്തെയുള്ള ആളുകളൊക്കെ, ഞാൻ അവരോട് തീർത്തു പറഞ്ഞു, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ കൃത്യമായിട്ട് തീവ്ര ഹിന്ദുവാണ്, തീവ്രവാദി ഹിന്ദു അങ്ങനെയും വേണമെങ്കിൽ വിളിക്കാം. അത്തരത്തിലുള്ള ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന ആർക്കെതിരെയും ശക്തമായ ഭാഷയിൽ തന്നെയാണ് നമ്മൾ പ്രതികരിക്കുക. അത് കരുതിയിട്ട് നിങ്ങൾ കാലാകാലം നമ്മുടെ ആരുടെയും ശത്രുവല്ല. നിങ്ങൾക്ക് മാറാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടും ഇതുപോലെ ഒരു ഗുരുവിനെ കണ്ടെത്തി ഗുരുമുഖത്ത് നിന്ന് തന്നെ കൃത്യമായിട്ട് ചിത്രരചനയിലെ എല്ലാ ഭാഗങ്ങളും ഹൃദിസ്ഥമാക്കുക. കണ്ണൻ എന്ന് പറയുന്ന ഭഗവാൻ മാത്രമല്ല, 33 കോടി ദേവദേവീ ഗണങ്ങളാണ് ഹൈന്ദവനുള്ളത്. അതുകൊണ്ട് കണ്ണന്റെ ചിത്രം വരെ മാത്രം നിങ്ങളത് കൊണ്ടുപോകേണ്ട മുന്നോട്ട്. മറ്റെല്ലാ ഒട്ടേറെ ഭഗവാനും ഭഗവതിമാരുണ്ട്, അവരുടെയൊക്കെ ചിത്രം വരച്ചുകൊണ്ട് നിങ്ങളാണ് ഇത് വരയ്ക്കുന്നത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കുകയാണോ, അതല്ലെങ്കിൽ ആരെങ്കിലും ട്രേസ് ഇട്ട് തന്നത് അതിന്റെ മേലെ ഈ ട്രാൻസ്പെറന്റ് പേപ്പർ വെച്ചുകൊണ്ട് വരച്ചെടുക്കുകയാണോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് കാണുമ്പോൾ, അതായത് നിങ്ങളുടെ നിലവിലുള്ള ചിത്രങ്ങൾ ഒരേ രീതിയിലുള്ള കണ്ണന്റേതാവുമ്പോൾ ആളുകൾ സംശയിക്കും. അതുകൊണ്ട് അത് മാറ്റി നിങ്ങൾ ചിത്രരചന കൂടുതൽ പഠിക്കുക. അത് ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കുക. അല്ലാതെ നമ്മൾക്കറിയാലോ, ഇപ്പൊ യൂട്യൂബ് നോക്കിയൊക്കെ യോഗ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ യോഗ ചെയ്യുന്ന ആളുകളൊക്കെ ഒരു സമയത്ത് ഏതെങ്കിലും ആസനം ചെയ്യുന്ന സമയത്ത് അവർക്ക് പണി കിട്ടുന്നതൊക്കെ നമ്മൾക്കറിയാം. ഒരു ഗുരുമുഖത്ത് നിന്നല്ലാതെ അഭ്യസിക്കേണ്ട കാര്യങ്ങൾ, ഗുരുമുഖം ഇല്ലാതെ അഭ്യസിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പണികളെ കുറിച്ചൊക്കെ നമ്മൾക്കറിയാം. ആ പണികളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഗുരുവിനെ കണ്ടെത്തുക. അപ്പൊ അവർ പറഞ്ഞു, എനിക്കിപ്പോ ചേട്ടാ ഒരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ട്, അമൃതാനന്ദമയി അമ്മയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള സന്യാസിയാണ്, ചിത്രം വരെയാണ്, പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആത്മീയ തലത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോവുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ മതി. ശരി, നല്ല കാര്യമാണ്. അതോടൊപ്പം നിങ്ങൾ ഈ ലസിത അടക്കമുള്ള ആരോടൊപ്പമുള്ള ഈ പ്രശ്നങ്ങളാണെങ്കിലും അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് അവർ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഈ സംസാരിച്ച് ഞാൻ ഓഡിയോ ഇടുകയാണ് ചെയ്തത്, ഞാൻ വിളിക്കാറൊന്നുമില്ല. വാട്സപ്പിൽ ഇപ്പൊ ഈ ചാനൽ നമ്പറിൽ കാണിക്കുന്ന ആ നമ്പറിൽ ചിലരൊക്കെ ബന്ധപ്പെടും, അത്യാവശ്യം വേണ്ടതിനൊക്കെ മാത്രമേ മറുപടി കൊടുക്കാറുള്ളൂ. അത്തരത്തിൽ അവർ പറഞ്ഞു, അവരനുസരിച്ച് ഞാൻ പറഞ്ഞതിനനുസരിച്ച് അവർ പറഞ്ഞു, ചേട്ടൻ ഈ ഓഡിയോയുടെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ഇതാ ലസിതയ്ക്കെതിരെ ഞാൻ നിർത്താൻ പോവുകയാണെന്ന് മാത്രം പറയുന്നതിൽ ഓഡിയോ ഞാൻ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾക്ക് ഒളിച്ചും മറച്ചും വെക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഇന്ന് രാവിലെയോ അതോ ഇന്നലെ രാത്രിയാണെന്ന് തോന്നുന്നു ആ ഓഡിയോയുടെ ഭാഗമൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ ചെയ്തതിലും ഒരു 3/4 ഭാഗവും ലസിതയുടെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപിക്കാനും മറ്റുള്ള അവരിൽ അടങ്ങിയിട്ടുള്ള ഒരു വാശിയായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യമായിരിക്കാം. ലസിതയ്ക്ക് തിരിച്ചുമുണ്ട് വാശിയും വൈരാഗ്യം. അതുകൊണ്ടായിരിക്കാം എന്റെ ഓഡിയോയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവർ ഈ ലസിതയ്ക്ക് മറുപടി എന്ന രീതിയിൽ അത് ഉപയോഗിച്ചു. പക്ഷെ അതിൽ എന്നെ സംബന്ധിച്ചത് എന്നെ ബാധിക്കുന്ന ഒന്നൊന്നുമല്ല. കാരണം നമ്മൾ പറയാനുള്ള കാര്യം അത് ഏത് ഒടയതമ്പുരാനായാലും മുഖത്ത് നോക്കി ശക്തമായ ഭാഷയിൽ പറയുന്ന ആളുകായതുകൊണ്ട് തന്നെ നമുക്കതിൽ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. എന്തായാലും അത് മാറി പിന്നെ ഇന്നിപ്പോ രാവിലെ ലസിത വേറൊരു ലൈവ് ചെയ്യുന്ന കണ്ട അവരുടെ ഫേസ്ബുക്കിൽ, ഇങ്ങനെ VK ബൈജു അയാളും ഈ പറയുന്ന ജസ്നയുമായിട്ട് എന്നാണ് നന്നായതാവോ നമുക്കറിയില്ല, പിന്നെ മനുഷ്യന്മാരെ കാര്യല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പരിഹസിക്കുന്ന രീതിയിൽ കുറച്ച് അതിൽ അശ്ലീലത ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത്തരമൊക്കെ വാക്കുകളൊക്കെ ചേർത്ത് അത് ലസിതയുടെ സംസ്കാരമാണ്. ലസിത അങ്ങനെ സംസാരിക്കും. ഞാൻ ലസിതയോട് എപ്പോഴും പറയാറുണ്ട്, ലസിത രണ്ട് കാര്യം, അതിൽ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ചിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വാശിയും വൈരാഗ്യവും വെച്ച് നിങ്ങൾ ഒട്ടേറെ ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സമയത്തൊന്നും അതേ ഭാഷയിൽ ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചു എന്ന് വരില്ല. അത് നമ്മുടെ സംസ്കാരം കൊണ്ട് നമ്മുടെ കഴിവുകേടായിട്ട് നിങ്ങൾ കാണേണ്ട എന്നുള്ളത് ഞാൻ ലസിതയ്ക്ക് പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ ലൈവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. എനിക്ക് ജസ്നയോടോ അതല്ലെങ്കിൽ ലസിതയോടോ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു ഇഷ്ടമോ അതല്ലെങ്കിൽ ഇഷ്ടക്കേടോ ഇല്ല. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് ആ ഒരു സതുദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ലസിതയോട് ഇപ്പൊ നമ്മൾ ചിലരുണ്ട് ഈ വാശിയും വൈരാഗ്യം മൂത്ത് നിൽക്കുന്ന ചിലരോട് നമ്മൾ ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരിക്കലും അത് ചെവിക്കൊള്ളില്ല എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കത് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ലസിതയെ പോലെയുള്ള ഒരു വ്യക്തി, എനിക്കറിയാം ലസിതയോട് നമ്മൾ ഉപദേശ രൂപേണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഹോദര തുല്യ ബന്ധത്തോടു കൂടി സംസാരിച്ചാലൊന്നും
അനുസരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. കാരണം ഞാനിത് പറയാൻ കാരണം മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ലസിതയും നമ്മുടെ ലക്ഷ്മി കാനത്ത് എന്ന് പറയുന്ന ഡോക്ടർ എൻ ഗോപാൽ സാറിന്റെ ശിഷ്യ എന്ന രീതിയിലും അതുപോലെ ഹിന്ദുയിസം ചാനലിലൊക്കെ സ്ഥിരമായിട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്ന, ഇന്നിപ്പോൾ അവസാനം അവർ ചെറുകോൽ പുഴയിൽ നടക്കുന്ന സർസംഘ് ചാലക് പോലും പങ്കെടുത്ത് സംസാരിച്ച ഹിന്ദു മഹാസമ്മേളനത്തിൽ അതിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ പോലും ഭാഗ്യം കിട്ടിയിട്ടുള്ള ലക്ഷ്മി കാനത്ത്, ഈ ലക്ഷ്മി കാനത്തുമായിട്ടായിരുന്നു ലസിത മാസങ്ങൾക്ക് മുൻപ് തർക്കം. ലസിതയ്ക്ക് അത് ചിലരുടെ ബ്ലഡ് അങ്ങനെയാണ്, അങ്ങനെ തർക്കം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്ന് ഞാൻ ഈ ലസിതയോട് പറഞ്ഞു, ലസിത എന്തിനാണ് നിങ്ങൾ ഈ പരസ്പരം ആളുകളായിട്ട് തമ്മിൽ തല്ലുന്നത് എന്ന് ചോദിച്ചു. പക്ഷെ ലസിതയ്ക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം അത് ഇപ്പൊ ലസിത ജസ്നയെ 9ാം ക്ലാസ് വരെ പഠിച്ച വിവരമില്ലാത്തവൾ എന്ന രീതിയിലൊക്കെ ലൈവിൽ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടു. നമുക്ക് നമ്മള് 9ാം ക്ലാസ് ആണോ 2ാം ക്ലാസ് ആണോ ഇനി വേണ്ട PG ആണോ അതിന്റെ മേലെയുള്ള വലിയ വലിയ ഡിപ്ലോമകളാണോ എന്നതൊന്നും അല്ല കാര്യം. അതിലല്ല കാര്യം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കുംഭമേളയ്ക്ക് പോയി നോക്കിയാൽ മതി. കാരണം കുംഭമേളയിൽ ലക്ഷക്കണക്കിന് വരുന്ന ടെന്റുകളിൽ, ഈ ടെന്റുകളിൽ കോടിക്കണക്കിന് വരുന്ന ആളുകൾ എത്രയോ ഹൈ പൊസിഷനിലും എത്രയോ ലോ പൊസിഷനിലുമുള്ള ആളുകൾ ഒരേ മനസ്സോടെ ഒരേ കമ്പിളിപ്പതപ്പ് ഒരു ചെറിയൊരു പായയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ പ്രൊഫൈൽ എന്താണ് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലരുടെയും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഹൈ പ്രൊഫൈലുള്ള സ്വാമിമാരൊക്കെ ഇന്ന് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവയും പ്രവർത്തനങ്ങളൊക്കെ. അതുകൊണ്ട് 9ാം ക്ലാസ് ആണോ അതല്ലെങ്കിൽ വലിയ വലിയ എഡ്യൂക്കേറ്റഡ്, ഇപ്പൊ ലസിത ചിലപ്പോ വലിയ ഡിഗ്രിയോ അതല്ലെങ്കിൽ അതിന്റെയും വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കാം ലസിത. അപ്പൊ ലസിതയുടെ അത്ര ചിലപ്പോ ഞാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ജസ്നയോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനെ അവരെ പുച്ഛിക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി നമ്മുടെ വാശിയും വൈരാഗ്യവും വിജയിക്കാൻ വേണ്ടി നമ്മൾ അവർ 9ാം ക്ലാസ് ആണ് അതിനുള്ള വിവരമല്ലേ കാണിക്കുള്ളൂ, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത എത്രയോ ആളുകൾ ഉയർന്ന പൊസിഷനുകളിൽ എത്തിയിട്ടുണ്ട്. അത് ഈ സ്കൂളിൽ നിന്ന് വായിച്ചു കിട്ടുന്ന പുസ്തകങ്ങൾ വിഴുങ്ങി ജീവിക്കുന്നത് കൊണ്ട് മാത്രമാവുന്നില്ല വിദ്യാഭ്യാസം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ വിട്ടേക്കാം. അത്തരത്തിൽ ലസിതയും ഈ പറയുന്ന ലക്ഷ്മി കാനത്തും തമ്മിൽ ഇതിനു മുൻപ് വിഷയം ഉണ്ടായ സമയത്ത് ലസിതയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, ലസിതയ്ക്ക് അത് മനസ്സിലായില്ല എന്ന് തന്നെ കൂട്ടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അവരുടെ വാശിയും വൈരാഗ്യവും മൂലം ഈ പറയുന്ന ലക്ഷ്മി കാനത്തിനെതിരെ അവരുടെ നിലപാടും എടുത്ത് അങ്ങനെ തർക്കം, വഴക്ക്, കുടുംബത്തെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കിക്കൊണ്ട് നിന്റെ ഭർത്താവ് അതല്ലടി, നിന്റെ കുടുംബം ഇങ്ങനെ അല്ലടി, അങ്ങനെ അല്ലടി, ഇങ്ങനെ അല്ലടി പറഞ്ഞിട്ട് നമുക്കറിയാലോ 2 തല ചേർന്നാലും 4 ഇത് ചേരില്ല എന്നൊരു പഴമൊഴി പോലും ഉണ്ടല്ലോ. അത്തരത്തിൽ അങ്ങനെ പോയി. പക്ഷെ ലക്ഷ്മിയോട് ഞാൻ പറഞ്ഞു, ലക്ഷ്മി നിങ്ങളെങ്കിലും സംയമനം പാലിക്കണം. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വാരി വിതറുന്ന കാര്യങ്ങൾ ഒരിക്കലും നാളെ നിങ്ങൾക്കത് മായ്ച്ചു കളയാനാവില്ല. അപ്പോ നമ്മുടെ ശത്രുക്കൾ ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നാളെ നമ്മൾക്കൊരു എന്തെങ്കിലും വിഷയം വരുന്ന സമയത്തായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കുറയ്ക്കൂ. നിങ്ങൾക്കൊക്കെ എത്രയോ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ് നിങ്ങൾ. മാത്രമല്ല നിങ്ങൾക്കൊക്കെ എത്രയോ നിങ്ങളുടെ അറിവ് വെച്ചുകൊണ്ട് എത്രയോ മുന്നോട്ട് പോയി. ഈ സമൂഹത്തിന് ഒരുപാട് അറിവുകൾ പകരാനുണ്ട് എന്ന് കൃത്യമായിട്ടും ഈ പറയുന്ന ലക്ഷ്മി കാനത്തിനോട് പറഞ്ഞു. ലക്ഷ്മി കാനത്തിന് അത് മനസ്സിലായി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സഹോദരി തന്നെയാണ് ലസിതയായാലും ലക്ഷ്മി കാനത്തായാലും. ജസ്നയോടും നമ്മൾക്ക് അങ്ങനെ ഒരു വിദ്വേഷവും വെറുപ്പൊന്നുമില്ല. അവർ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ കച്ചവട തന്ത്രവുമായി മാർക്കറ്റിങ്ങിന് വേണ്ടി വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അതിൽ എതിർപ്പുള്ളത്. അവർക്ക് നന്നാവാനും മാറാനും അതുപോലെ ഒരു ഗുരുമുഖത്തിൽ നിന്ന് കൂടുതൽ വര പഠിക്കാനും ആ വരയിലൂടെ അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അതിന് ഒരു തടസ്സമായി നമ്മൾ ആരും നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇന്ന് ആരും അവർക്കെതിരെ വരാറില്ല. മാത്രമല്ല ഗുരുവായൂരിൽ തന്നെ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്ത ഇടങ്ങളൊക്കെ കൃത്യമായിട്ടും ഇന്നിപ്പോൾ നോട്ടിഫിക്കേഷൻ തന്നെ വന്നിട്ടുണ്ട്, ഇന്ന ഭാഗങ്ങളിലാണ് കയറാൻ പറ്റാത്തത് എന്നുള്ളത്. അതുകൊണ്ട് അതും കവച്ച് അങ്ങോട്ടുള്ളിലേക്ക് കയറുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മളുടെ ആളുകൾ ഇടപെടും എന്നുള്ളത് കൊണ്ട് തന്നെ അത് അറിവുള്ള ആളുകളായതുകൊണ്ട് ജസ്ന അവർക്ക് സ്വയം ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല അവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി, അതല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാറ്റത്തിന് വിധേയമാവാൻ തയ്യാറായി നിൽക്കുന്ന അവരെ വീണ്ടും പിറകെ കൂടി നമ്മൾ ഓടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ തെരുവിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ എല്ലും തോലുമായി നിൽക്കുന്ന ഡോഗ്സിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? തെരുവ് പട്ടികൾ, തെരുവ് നായ്ക്കൾ എന്നൊക്കെ അറിയപ്പെടുന്ന പാവം പിടിച്ച മിണ്ടാപ്രാണികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ കടിച്ചാൽ പേവിഷബാധ ഇളകും, പേവിഷബാധ ഏറ്റു കഴിഞ്ഞാലുള്ള അസുഖം എന്ത് എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയുന്നിരുന്നാലും ആ പാവങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്ന ദുഷ്ടരായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വേണ്ട, മറ്റൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു മക്കളുണ്ടല്ലോ, അവർ ചെറിയ കുസൃതിയും മറ്റും കാണിക്കുമ്പോൾ അതിമാരകമായി ദാരുണമായിട്ട് അവരെ ഉപദ്രവിക്കുന്ന രക്ഷിതാക്കൾ
രക്ഷിതാക്കളില്ലേ, ഈ രക്ഷിതാക്കൾക്ക് അറിയാം ഈ കുഞ്ഞുങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞു മക്കളെ, എല്ലിന്റെ ഉറപ്പ് പോലും ഇല്ലാത്ത ആ കുഞ്ഞു മക്കളെ ഉപദ്രവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ തെരുവിലുള്ള ഈ മിണ്ടാപ്രാണികൾ ഉപദ്രവിക്കുന്നത്. ആ ഉപദ്രവം അവർ തിരിച്ച് തരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ തിരിച്ചു കിട്ടില്ല എന്ന് കാണുമ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ മെക്കിട്ട് കയറുന്നത് എന്ന് ലസിതയോട് ഞാൻ സംസാരിച്ചാൽ ലസിത കേൾക്കാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മിയോട് ഞാൻ സംസാരിച്ചു. ലക്ഷ്മി അത് ഉൾക്കൊണ്ടു. ഇന്നിപ്പോൾ ലക്ഷ്മി ഈ പറയുന്ന ചെറുകോൽപ്പുഴയിലെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ സംസാരിക്കുന്ന ആത്മീയ പ്രഭാഷണം പോലും നടത്താൻ രീതിയിൽ അവർക്ക് അവസരം വന്നതൊക്കെ അവരുടെ ആ സംയമനം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ അത് നമുക്കറിയാം. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും എന്ന് കേട്ടിട്ടില്ലേ? ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി തരല്ല ക്ഷമത ചെയ്യുന്നത്. നമ്മൾ ചില സമയത്ത് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന നമ്മൾക്കുള്ള നേട്ടം അത് ആട്ടിൻ സൂപ്പിനേക്കാൾ ഫലം ചെയ്യും എന്നുള്ളതാണ് ഇന്നിപ്പോ ലക്ഷ്മിക്ക് ഈ പറയുന്ന ഈ ചെറുകോൽപ്പുഴയിലൊക്കെ ഭാരതത്തിന്റെ സർസംഘചാലകമായിട്ടുള്ള RSSന്റെ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത്ജി പങ്കെടുത്ത ആ പുണ്യ സദസ്സിലൊക്കെ സംസാരിക്കാൻ കിട്ടുക എന്നുള്ളത്. ഇത് പരസ്പരം തമ്മിൽ തല്ലി വീട്ടിലിരിക്കുന്ന അശ്ലീലങ്ങൾ വിളിച്ചു പറയുക, വീട്ടിലുള്ള സ്ത്രീജനങ്ങളെയും പുരുഷന്മാരെയും ഒക്കെ കൂട്ടിച്ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെയും ആരും ഇത്തരത്തിലുള്ള ചടങ്ങുകളിലേക്കൊന്നും വിളിക്കില്ല. വിളിച്ചത് എന്തുകൊണ്ട് എന്നുള്ള ആ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും ഉപയോഗിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ മാറിക്കിട്ടും. അത്തരത്തിലാണ് എന്റെ വോയിസ് ഒക്കെ ഈ പറയുന്ന ജസ്ന ചെറുതായിട്ട് ഉപയോഗിച്ചു. അപ്പോഴേക്കും ലസിതയ്ക്ക് എന്റെ അടുത്ത് വൈരാഗ്യം വരുന്നു, വാശി വരുന്നു. എന്നെയും അതിൽ വരി വലിച്ചിട്ട് കൊണ്ട് ചാണക്യ ന്യൂസിലെ വാർത്ത വായിക്കുന്ന VK ബൈജു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലസിതയായാലും ആരായാലും ബഹുമാനത്തോടു കൂടി മാത്രമേ എന്റെ അടുത്ത് സംസാരിക്കാറുള്ളൂ. അപ്പൊ ലസിതയുടെ വാശിയും വൈരാഗ്യം ഒക്കെ ലസിതയുടെ ഭാഷയിലും കണ്ടു, ഭാഷയുടെ ശുദ്ധി അത് കണ്ടു. വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമല്ല ബഹുമാനവും മറ്റുള്ളതും വേണ്ടത് എന്നതുകൂടി ഇവരൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം നമ്മുടെ പ്രായത്തിന് ഇളയതാണോ മൂത്തതാണോ എന്നുള്ളതല്ല, നമ്മൾ എല്ലാവരെയും ബഹുമാനിച്ചാൽ നമുക്ക് തിരിച്ചും ബഹുമാനം കിട്ടും. എല്ലാവരോടും ഇതുപോലെ കച്ചറയും വഴക്കും അവനവന്റെ വീട്ടിലുള്ള അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ തിരിച്ചും അതൊക്കെ തന്നെ ആയിരിക്കും കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവർക്കൊക്കെ ബുദ്ധി വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒരുപാട് നന്മയൂറുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ലസിത, എനിക്ക് തോന്നുന്നു ലസിത പക്ക ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അവരുടെ മെയിൻ വരുമാന മാർഗം അതാണ്. പിന്നെ അവരുടെ ലൈഫ് സഞ്ചാരത്തിനും മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നൊക്കെ നമ്മൾ അവരുടെ ഇതിൽ കാണാറുണ്ട്. വ്ളോഗായിട്ട് അവർ വീഡിയോ ഇടുന്നത് കാണാറുണ്ട്. അതിൽ അതൊക്കെ ഓക്കെ, അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. പക്ഷെ അതിനു വേണ്ടി ഈ പറയുന്ന തമ്മിൽ തല്ല് നിർത്തി അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന ലസിതയ്ക്കുള്ള സ്വീകാര്യതയും ഈ തമ്മിൽ തല്ലി എന്റെ വീട്ടിലിരിക്കുന്ന അല്ല മറ്റവന്റെ വീട്ടിലിരിക്കുന്ന മറ്റവളുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ പള്ളു വിളിക്കുക, അതിന് എന്റെ കയ്യിൽ തെളിവുണ്ട്, അത് ഇത് കുന്തം കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ അശ്ലീലകരമായിട്ടുള്ള രീതിയിൽ പോര് നടത്തുന്നതും എന്താണ് ഗുണം ചെയ്യുക എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് 9ാം ക്ലാസ്സുകാരിയാണോ അല്ലെങ്കിൽ ഞാൻ വല്ല ഡിഗ്രിക്കാരനാണോ PGക്കാരനാണോ എന്ന ചിന്ത ഓരോരുത്തർക്കും വേണ്ടത്. എന്തായാലും ജസ്ന ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ ആ പോസിറ്റീവായിട്ട് എടുത്തു. പക്ഷെ അതിൽ ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വീഡിയോ ചെയ്തപ്പോഴും ലസിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ലസിതയുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ പറഞ്ഞതിനൊന്നും ഒരിക്കലും നമ്മൾ യോജിക്കുന്നില്ല. അത് ശരിയല്ല ജസ്ന എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവരോട് ഞാൻ പബ്ലിക്കായി തന്നെ പറയുകയാണ്. ലസിത ചെയ്യുന്നതിൽ എത്രത്തോളം ഇനി മുന്നോട്ട് ലസിതയെ തമ്മിൽ തല്ല്, ഇപ്പൊ ലക്ഷ്മികാനത്ത് കഴിഞ്ഞു, അടുത്ത് ജസ്നയെ കിട്ടി, ഇനി ജസ്ന കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും, ഇങ്ങനെ ആളുകൾ കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ വഴക്ക് കൂടി മുന്നോട്ട് പോകുന്നതാണോ നല്ലത് എന്ന് എന്തായാലും ലസിത തീരുമാനിക്കട്ടെ. എന്നാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സുഡാപ്പികൾക്ക് ഇതൊക്കെ വലിയ ആഘോഷത്തിന്റെ രാവ് തന്നെയാണ്. കാരണം എല്ലായിടത്തും ചെന്ന് മൂർച്ച കൂട്ടിക്കൊടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവന്മാർക്ക് കിട്ടിയ പുതിയ ആയുധങ്ങൾ, ആ ആയുധങ്ങൾ മൂർച്ച കൂട്ടി കൃത്യമായിട്ടും 2 ഭാഗത്തും 3 ഭാഗത്തും ഒക്കെ നടുവിൽ പിടിച്ച് മിന്നുന്ന ഏർപ്പാടൊക്കെ നമ്മുടെ ഷുഡുക്കൾ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഇപ്പോൾ കിട്ടിയ അവസരമാണ്. അപ്പൊ അതിനുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് ചിന്തിക്കാം. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, എന്നെ ട്രോളിക്കൊണ്ടും എന്നെ പരിഹസിച്ചുകൊണ്ടും എന്റെ വീട്ടുകാരെയും എല്ലാവരെയും കുറിച്ചൊക്കെ പലരും വീഡിയോ ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം ഞാൻ എന്താണ് എന്നും എന്റെ കുടുംബം എന്താണെന്നും എന്റെ കുടുംബത്തെ എങ്ങനെയാണ് ഞാൻ നോക്കുന്നതെന്നും അറിയുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടല്ല ഇവന്മാർ ഇതൊന്നും ചെയ്യുന്നത്. പിന്നെ ഇവന്റെയൊക്കെ മനസ്സിലുള്ള ആ ഒരു അമേദ്യം അത് വായിലൂടെ വർഷിക്കുമ്പോൾ, വൈരാഗ്യം വാശിയൊക്കെ വരുമ്പോൾ അതിൽ അവനവന് ചേർന്ന് ഇഷ്ടപ്പെട്ട ആ വിഭവങ്ങൾ ചേർത്തുകൊണ്ട് അവൻ അങ്ങോട്ട് അമേദ്യം ഛർദ്ദിക്കുന്നു വായിലൂടെ. അതുകൊണ്ട് അത്രേ ഞാനത് എടുക്കാറുള്ളൂ. അതിന് അവനൊന്നും മറുപടി കൊടുക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും അവനില്ല. കാരണം നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട്
വിളിച്ചുകൊണ്ടും നമ്മുടെ വീട്ടുകാരെയും മറ്റുള്ളവരെയൊക്കെ തെറി വിളിച്ചുകൊണ്ടും വീഡിയോ ചെയ്ത് അതിലൂടെ കാശുണ്ടാക്കി അവനും അവന്റെ ഭാര്യയ്ക്കും അവന്റെ അമ്മയ്ക്കും അവന്റെ മക്കൾക്കും അവന്റെ പെങ്ങൾക്കും അവന്റെ ബാപ്പയ്ക്കും അച്ഛനും ഒക്കെ തിന്നാൻ കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കാരണം ഇങ്ങനെയാണെങ്കിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം അവറ്റകൾക്ക് ഇവൻ ഇതിലൂടെ നൽകുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ അതിൽ അഭിമാനിക്കുക. അതിങ്ങനെ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കാറ്. അതുകൊണ്ട് കുപ്രസിദ്ധി വേണോ പ്രസിദ്ധി വേണോ എന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ട്രോളുന്നതിലോടുകൂടി നമ്മൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ നമ്മൾക്ക് അതിലെ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതാണ് ഞാൻ ജസ്നയോട് പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് മാത്രമാണ്. നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ അരി വാങ്ങാനുള്ള മാർഗം ഇതാണെങ്കിൽ നിങ്ങൾ അതിൽ വീണ്ടും വീണ്ടും പ്രവർത്തിച്ച് വീണ്ടും വീണ്ടും പരിശീലനം നേടിക്കൊണ്ട് നിങ്ങൾ അതിൽ മേന്മ തെളിയിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെയും ഹൈന്ദവന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രം ആളുകളെ മുന്നോട്ട് ഇത്തരത്തിൽ പറഞ്ഞു പറ്റിക്കുക എന്ന് ഞാൻ പറയുന്നില്ല, ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, പറഞ്ഞുകൊണ്ട് ബുദ്ധിപൂർവ്വം നീങ്ങുന്ന അത് എത്രത്തോളം മുന്നോട്ട് പോയെന്ന് ചിന്തിക്കുക നിങ്ങൾ. കാരണം ഒരു കാലത്തും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനോ എല്ലാവരെയും ഇത്തരത്തിൽ ഈ വാക്ചാതുരി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല. ഇന്നിപ്പോൾ അന്ന് ജസ്ന, നരേന്ദ്രമോദിജി അടക്കമുള്ള സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളുടെ അടുത്തോട്ടൊക്കെ ഡയറക്റ്റ് ജസ്നയ്ക്ക് എത്തിപ്പെടാൻ പറ്റി. അത് വലിയ അനുഗ്രഹമാണ്. നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം തന്നെയാണ്. ഇതേപോലെ ലസിതയ്ക്കും സുരേഷ് ഗോപി സാറുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് നമ്മൾക്കറിയാം, വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടെന്നറിയാം. പക്ഷെ ഈ പറയുന്ന ലസിതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ, സുരേഷ് ഗോപിയെ പോലെയുള്ള വലിയൊരു വ്യക്തിത്വം, ആ വ്യക്തിത്വം ലസിത എന്ന് വിളിച്ച് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ മാത്രം അദ്ദേഹത്തിന് സ്നേഹമുണ്ടാകുമ്പോൾ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളു വിളിച്ച് എന്നും ആരെങ്കിലും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് തെറി വിളിക്കാനും അസഭ്യം വിളിക്കാനും അങ്ങോട്ട് വിളിക്കാനും ഇങ്ങോട്ട് വിളിക്കാനും കേസ് കൊടുക്കാനും പോലീസ് സ്റ്റേഷനിൽ പോകാനും ഈ നിരങ്ങി ഇറങ്ങി നടക്കുന്ന നിങ്ങളോട് സുരേഷ് ഗോപിക്ക് ഉണ്ടാവുന്ന മൈൻഡ്, അതല്ലെങ്കിൽ സുരേഷ് ഗോപി നിങ്ങളോട് കീപ്പ് ചെയ്യുന്ന ആ ഒരു സ്നേഹമുണ്ടല്ലോ, അതിന് നിങ്ങൾ കൊടുക്കുന്ന മറുപടി ആണോ ഇത് എന്ന് ഞാൻ കൃത്യമായിട്ടും ലസിതയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിനവർ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അന്ന് ലക്ഷ്മികാനത്തായിരുന്നെങ്കിൽ ഇന്ന് ജസ്നയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വാരി എറിയുമ്പോൾ എന്റെ പേരൊന്നും കൂട്ടിച്ചേർത്തുകൊണ്ട് അത്തരത്തിൽ നിലപാടെടുക്കാൻ മാത്രം ലസിത അത് വേണ്ട, അത് മോശമാണ്, അത് നിങ്ങളെ തന്നെ ബാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലുള്ള BJP രാഷ്ട്രീയക്കാരായിക്കോട്ടെ, വ്യത്യസ്ത സംഘടനകളിലുള്ള ആളുകൾ പോലും എൻ്റെ അടുത്ത് പലതും പറയുമ്പോൾ ഞാൻ അവരോട് പറയാറ് ഒരേ ഒരു കാരണമാണ്, അവർ നമ്മുടെ സഹോദരിയാണ്, അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിൽ പറയുന്നത് കൊണ്ട് ആദ്യം എൻ്റെ അടുത്ത് പറയുന്ന അവിടുത്തെ ഇന്നിപ്പോൾ മണ്ഡലം പ്രസിഡന്റുമാർ പോലും, പല പ്രസിഡന്റുമാർ പോലും BJPയുടെ, അതല്ലെങ്കിൽ അധ്യക്ഷനടക്കമുള്ള പല ആളുകൾ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് BJPയിലെ വ്യത്യസ്ത ചുമതലകൾ വഹിക്കുന്ന ആളുകൾ, ഇവരുമായിട്ടൊക്കെ എനിക്ക് നേരിട്ട് ബന്ധമുണ്ട്. അവരൊക്കെ നമ്മളടുത്ത് സംസാരിക്കാറുണ്ട്. ലസിതയോട് ഉള്ള ആ ഒരു സൗഹൃദ ബന്ധം, അതല്ലെങ്കിൽ ആ ഒരു സഹോദര ബന്ധമുണ്ടെങ്കിൽ അതൊന്നും വേണ്ട ചേട്ടാ, അത് നിങ്ങളെ ഇങ്ങനെ ബാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് തിരിച്ചിങ്ങനെയാണ് പറയാറ്. അതുകൊണ്ട് നിങ്ങൾ വാശിയും വൈരാഗ്യം ഒക്കെ മാറ്റിവെച്ച് നന്മയൂറുന്ന കാര്യങ്ങളിലൂടെ സഞ്ചരിക്കും. അപ്പോൾ നിങ്ങൾക്കെതിരെ ആരും ഇതുപോലെ ചളിയേറി എറിയാൻ വരില്ല, നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചൊന്നും ആരും പറയാൻ വരില്ല. പക്ഷെ നിങ്ങൾ നേരെ തിരിച്ചാണെങ്കിൽ അവരെ നിങ്ങൾ പറയുന്നു, അവര് തിരിച്ച് ഇങ്ങോട്ട് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഈ പറയുന്ന വീട്ടിൽ കിടക്കുന്ന പ്രായം പിടിച്ച അമ്മമാരെയൊക്കെ വെച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ പോവുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് തരുന്ന നേട്ടം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടായാലും ഈ ലക്ഷ്മികാനത്തിനോടായാലും ഈ പറയുന്ന ജസ്നയോടായാലും നമ്മൾ ഈ ഇത്തരത്തിൽ സ്നേഹത്തിന്റെ ആ ഒരു സമഭാവനയോടുകൂടി ആ ഒരു സാഹോദര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറയുന്നത്. അപ്പോൾ അതിലും നെഗറ്റീവ് കണ്ടുകൊണ്ട് എന്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, അവിടെ ചെറുതാവുന്നത് നിങ്ങൾ തന്നെയാണ്, ഞാനല്ല എന്നുള്ളത്. എന്റെ ജീവിതം ഞാൻ എന്ന് പറഞ്ഞ തുറന്ന പാഠപുസ്തകമാണ്. എനിക്ക് പറയാനുള്ളതും എന്റെ അഭിപ്രായങ്ങളായാലും ഏതൊക്കെ വീക്ഷണങ്ങളായാലും ഞാനത് പച്ചയ്ക്ക് എന്റെ ഈ ചാനലിലൂടെ തുറന്നു പറയാറുണ്ട്. അതിനെതിരെ എനിക്ക് വരുന്ന ഒരുപാട് കേസുകളായാലും ആക്രമണങ്ങളായാലും അതും ഞാൻ പറയാറുണ്ട് മാന്യ പ്രേക്ഷകരോടും. എനിക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സാമ്പത്തിക സഹായം പോലും ഞാൻ പച്ചയ്ക്ക് എന്റെ മാന്യ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്നെ ഇത് ബാധിക്കുന്നില്ല. കാരണം ഒളിവും മറയും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇതൊക്കെ പേടിക്കേണ്ടതുള്ളൂ. ശുദ്ധമായ അതല്ലെങ്കിൽ തുറന്നു വെച്ച പുസ്തകമായി മുന്നോട്ട് പോകുന്ന എന്നെ ഇതൊക്കെ എങ്ങനെ ബാധിക്കാനാണ്? അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഇതൊക്കെ നിർത്തി ആ ഒരു സമന്വതയോടെ ആ ഒരു സ്നേഹത്തോടു കൂടി ആ രീതിയിൽ മുന്നോട്ട് പോവുക. അത് ജസ്നയായാലും ഇപ്പോ ലക്ഷ്മികാനത്തിന് ഞാൻ ഇതിലേക്ക് വലിച്ചഴച്ചതല്ല. അവർ ഈ ലസിതയുമായിട്ടുള്ള വിഷയമൊക്കെ എന്നോ വിട്ട്
അവർ അവരുടെ ആ ഒരു ജീവിത പന്ഥാവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്നലെ ഞാന് ലക്ഷ്മികാനത്തിനും ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു. അതായത് ഈ ജസ്നയോട് ഞാനിത് സംസാരിച്ച സമയത്ത് ലക്ഷ്മിയോട് ഞാനൊരു മെസ്സേജ് ഇട്ടു. അത് ഞാനിവിടെ കാണിച്ചു തരാം. അതിൽ ഇത്രമാത്രമാണ് ഞാൻ പറഞ്ഞത് അവരോട്. നോക്കൂ ജസ്ന, അവർ മാറാൻ തയ്യാറായി, അവർ പഠിക്കാൻ. ജസ്ന ഞാൻ കൊടുത്ത മെസ്സേജ് ആയിരുന്നു ലക്ഷ്മിക്ക്. ജസ്ന സലീം എന്നിവരെ ഇനി ഫോക്കസ് ചെയ്യേണ്ട, അവർ അവരുടെ വഴിക്ക് പോവട്ടെ. അറിയാനുള്ളതും പറയാനുള്ളതും എല്ലാം കഴിഞ്ഞല്ലോ, നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്നല്ല ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അവർ അവരുടെ വഴിക്ക് പോവട്ടെ. അവർ മാറാൻ തയ്യാറായി വരുമ്പോൾ ആ മാറ്റത്തിന് അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, മാറാനുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ നമ്മൾ അവരെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പൊ ഇവിടെ കുരച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ജിഹാദികളാണെങ്കിൽ പോലും, സുഡാപ്പി എന്ന് നമ്മൾ വിളിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഈ ജിഹാദി സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ കൊടും ക്രൂരത നടത്തുന്ന താലിബാനികളെയും ഹമാസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് പോരാളികളായി മനസ്സിൽ ആരാധിച്ച് നടക്കുന്ന, ഇവിടെ 13,000-ലധികം വരുന്ന ഹൈന്ദവരെ കൂട്ടക്കുരുതി നടത്തിയ വാര്യംകുന്നനെ ആരാധിച്ച് നേതാവാക്കി നടക്കുന്ന അത്തരത്തിലുള്ള മുസ്ലിം നാമധാരികൾ, അവർ പോലും ഭാവിയിൽ ഈ പറയുന്ന ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ മൂല്യം RSSനെയും BJPയെയും ഒക്കെ നെഞ്ചോട് ചേർക്കുന്ന ദിവസങ്ങൾ വൈകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു മുസ്ലിം ചങ്ങാതി തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള അയാൾ പറയുന്നു കൃത്യമായിട്ടും, ഞാൻ ആദ്യകാലം മുതലേ BJPയെ ശ്രദ്ധിക്കുകയായിരുന്നു. ഉത്തർപ്രദേശിൽ ഗുണ്ടായിസം മാത്രമുണ്ടായിരുന്ന, മാഫിയ മാത്രമുണ്ടായിരുന്ന, അതായത് വർഷങ്ങളോളം പതിറ്റാണ്ടുകൾ കോൺഗ്രസ് ഭരിച്ചു മുടിച്ച ഉത്തർപ്രദേശിനെ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം അവിടെ സമാധാനം എന്നുള്ളത് ഇന്നിപ്പോൾ നടമാടുന്നുണ്ട്. എന്റെ സഹോദരികൾ, എന്റെ ഭാര്യ, എന്റെ അമ്മയൊക്കെ ധൈര്യസമേതം പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. അതിനൊരേ ഒരു കാരണം യോഗി ആദിത്യനാഥ് തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണ് ഓരോ ഭാരതീയൻ എന്ന നിലയ്ക്ക് ഓരോ ആളുകൾക്കും, അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, ഭാരതീയൻ അതല്ലെങ്കിൽ ഇന്ത്യൻ എന്ന് പറയുന്ന നാഷണാലിറ്റി അവർക്ക് മൂല്യം കിട്ടിയത് എന്ന് ഒരു മുസ്ലിം സഹോദരൻ തന്നെ ഉത്തർപ്രദേശിൽ പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അതേ രീതിയിലേക്ക് കേരളം മാറാനും വലിയ താമസമൊന്നുമില്ല. കാരണം കേരളം എന്ന് പറയുന്ന ഭാരതത്തിന്റെ സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങളിലും പെട്ട ചെറിയൊരു ഭൂപ്രദേശം മാത്രമാണ്. അതല്ലാതെ പ്രത്യേകിച്ച് കേരളത്തിന് അധികാരങ്ങളോ മറ്റൊന്നുമില്ല. ഇതിനേക്കാൾ വലിയ തീവ്രവാദികളായിരുന്ന കാശ്മീർ ജനത, കാശ്മീരിലെ തീവ്രവാദികളെ അമർച്ച ചെയ്തുകൊണ്ട് അവിടെ ആ ഒരു സമാധാനം സ്ഥാപിക്കാൻ, അവിടുത്തെ കാശ്മീർ പണ്ഡിറ്റുകളെ അവിടെ തിരികെ കൊണ്ടുവരാൻ, ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ സമാധാനം സ്ഥാപിക്കാൻ BJPക്ക് RSSന് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെയാണോ ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന കുറച്ച് ഈ പറയുന്ന ഞാഞ്ഞൂലുകളായിട്ടുള്ള ജിഹാദികൾ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് ജിഹാദിസത്തിന്റെ പിറകെ പോകുന്ന ആളുകൾക്ക് എന്നും നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ സമാധാനത്തോടു കൂടി ഏത് രാജ്യത്താണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ബഹുഭൂരിപക്ഷം വന്ന് മുസ്ലിം രാജ്യമായിട്ടുള്ള രാജ്യങ്ങളിൽ പോലും അല്ല എന്നുള്ള ഉത്തരം നിങ്ങൾ തേടിയാൽ കിട്ടും. അത് നമ്മുടെ ഭാരതം, എന്റെ ഭാരതത്തിൽ തന്നെയാണ്. ഇവിടെ നിങ്ങൾ മതം മാറിയതാണോ? ഇവിടേക്ക് വന്നു കയറിയ അറബികളുടെ ബാക്കി പത്രമായി നിങ്ങൾ എങ്ങനെയാണ് മാറിയത്? ഇവിടത്തെ അനന്തരാവകാശികളായിട്ടുള്ള, അതല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ഓരോ ആളുകളും, ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്ന ഈ രാജ്യത്തിന്റെ ഓരോ ഹിന്ദുവും, ഹിന്ദു എന്ന് പറയുമ്പോൾ ഞാനോ അല്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന അയ്യപ്പനോ ശങ്കരനോ മാത്രമല്ല, ഹൈന്ദവ ഭാരത സംസ്കാരം പേറുന്ന എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ജാതിയും മതവുമാക്കി ചുരുക്കാതെ അവിടെ ജാതിയും വർഗീയതയും കൊണ്ടുവന്നുകൊണ്ട് ഹിന്ദുവിനെ മാറ്റി നിർത്തി, അവിടെ RSSും സംഘി പട്ടമൊക്കെ നൽകിക്കൊണ്ട് മാറ്റി നിർത്തി നിങ്ങൾ എത്രത്തോളം പ്രതികരിച്ചാലും പ്രവർത്തിച്ചാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതാണ് 6.5 പതിറ്റാണ്ട് ഈ ഭാരതത്തെ അടക്കി ഭരിച്ച കോൺഗ്രസിന് ഇന്ന് സംഭവിക്കാൻ കാരണം. ഇന്ന് നാമാവശേഷമായി കോൺഗ്രസ് മാറിയത് അവരുടെ ഈ പറയുന്ന ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനോടുള്ള ദ്രോഹം കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ഹിന്ദുവിനെ ദ്രോഹിക്കാൻ കോൺഗ്രസ് ഇല്ല എന്ന രീതിയിൽ തന്നെ മാറിയിരിക്കുന്നു. എവിടെയും കോൺഗ്രസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന 38 രാഷ്ട്രീയ ചെറിയ ചെറിയ സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള മുന്നണി മാത്രമേ ഉള്ളൂ. ഇന്ന് അതും തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇന്നിപ്പോൾ കാവി അണിയാൻ മിനിമം കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ പെട്ട സംസ്ഥാനങ്ങളിലുള്ള ബംഗാളായാലും ഈ പറയുന്ന കേരളമായാലും തമിഴ്നാടായാലും കർണാടകയായാലും അത് വരുന്ന ഭാവി നാളുകളിൽ കൃത്യമായിട്ടും അത് കാവി അണിയുക തന്നെ ചെയ്യും. അല്ലാതെ വേറെ രക്ഷയില്ല എന്നുള്ളതാണ് ഈ ഭാരതത്തിന്റെ
അതിന്റെ ധർമ്മപരമായിട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുക. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്ന സ്ത്രീരത്നങ്ങളെ നിങ്ങളോട് പറയാനുള്ളത്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന നിങ്ങൾ സംയമനം പാലിക്കുക. അങ്ങനെ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. ആ ആശ്വാസം എനർജി ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹമായിട്ട് ഭഗവാൻ തരും. ഇപ്പൊ ഞാന് കഴിഞ്ഞ മണിക്കൂറിൽ ഞാന് അധീന ഭാരതി, എനിക്ക് ആ കുട്ടിയെ നേരിട്ട് അറിയില്ല, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയോ അങ്ങനത്തെ പദവിയിലാണ് ആ കുട്ടി എന്ന് തോന്നുന്നു. ഇടുക്കി സ്വദേശിയാണെന്ന് തോന്നുന്നു. അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ പലരോടും എൻ്റെ അടുത്ത് ഈ കുംഭമേളയ്ക്ക് പോകുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ധൈര്യസമേതം വിട്ടോ, ലാംഗ്വേജ് അറിയില്ല, പ്രശ്നമില്ല, കാശ് ഇത്രയേ ഉള്ളൂ, കാശ് ഇത്ര മതി, കാരണം ഒരു 3000-4000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി വരാം. പിന്നെ ആർഭാടത്തോടു കൂടി ആഘോഷത്തോടു കൂടി ചെലവഴിച്ച് പോയി വരുന്നവർക്ക് പറ്റില്ല. ഭഗവാന്റെ ആ പുണ്യഭൂമിയിൽ കാല് പതിയുക, അവിടെ നടക്കുക, അതിലൂടെ ഒരുപാട് മണിക്കൂറുകൾ നടക്കുക, കിലോമീറ്ററുകൾ നടക്കുക, പുണ്യ സ്നാനം ചെയ്യുക, ത്രിവേണി സംഗമത്തിൽ പുണ്യ സ്നാനം ചെയ്യുക. അത് 144 വർഷങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഈ മഹാകുംഭമേളയിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന മഹാഭാഗ്യം. അത് ചെയ്യാൻ ഈ അധീന ഭാരതിയും പിന്നെ വേറൊരു പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, അവരുടെ പ്രൊഫൈലിൽ കിടപ്പുണ്ടത്. ഈ 2 കുട്ടികൾ ധൈര്യസമേതം പോയതും ഇന്നിപ്പോ അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിയെ ഇന്ന് രാവിലെ വിളിച്ചു. അപ്പൊ അവര് വീട്ടിലെത്തിയിട്ടില്ല, തിരിച്ചു വന്നുകൊണ്ട് ട്രെയിനിലിരിക്കുകയാണ്. ഞാൻ വിളിച്ചത് മറ്റൊന്നിനുമല്ല, 2 പെൺകുട്ടികൾക്ക്, അതും ഈ കേരളത്തിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടും അത്ര പുറമേ കൂടെ സഞ്ചരിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ആ 2 കുട്ടികൾ, അതും ചെറുപ്രായമുള്ള 25-30 വയസ്സിനുള്ളിലുള്ള കുഞ്ഞു കുട്ടികൾ, നമ്മുടെ അനിയത്തിമാർ, അവർ ഈ പറയുന്ന കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ച് ധൈര്യസമേതം തിരിച്ചെത്താൻ അവർക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ ആ ഇൻസ്പിറേഷൻ ചെറുതൊന്നുമല്ല. കാരണം 26-ാം തീയതി വരെ ആർക്കും പോവാം. ഇവിടുന്ന് 23-ാം തീയതി പോയി കഴിഞ്ഞാൽ പോലും പങ്കെടുക്കാൻ പറ്റും. കാരണം 2 ദിവസം പൂർണ്ണമായിട്ടാണ് യാത്രയുള്ളത്. അപ്പോൾ 23-ാം തീയതി വരെ ഇവിടുന്ന് പോവാം, 24, 25. അപ്പൊ 26-നെങ്കിലും അവിടെ എത്തിക്കൊണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റും. 26-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഈ മഹാകുംഭമേള, ഇത്തരത്തിൽ നടക്കുന്ന കുംഭമേള 144 വർഷങ്ങൾക്ക് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. 4 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കും, 12 വർഷം കൂടുമ്പോൾ മഹാകുംഭം, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേള 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ്. അപ്പോൾ അത് ഇനി നമ്മൾക്ക് സാധ്യമാവുമോ എന്നുള്ളത്, കാരണം ഇവിടെ നമുക്കറിയാം 70-80 വയസ്സ് മാത്രം ജീവിക്കുന്ന മനുഷ്യനാണ് നമ്മളൊക്കെ. അതിനിടയിൽ നമ്മൾക്ക് ഇത്തരത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ മഹാപുണ്യമാണ്. അത്തരത്തിൽ ഈ അധീന ഭാരതിയും അവരുടെ ഒരു സുഹൃത്തു കൂടെ പോയി തിരിച്ചു വരുന്നു. അപ്പൊ അവരെ ഞാൻ നാളെ വൈകിട്ട് അവർ നമ്മുടെ ലൈവിൽ വരുന്നുണ്ട്. അവരോട് ഞാനിപ്പോ വിളിച്ച് സംസാരിച്ചു. അപ്പൊ അവര് നാട്ടിലെത്താത്തത് കൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി എത്തുള്ളൂ. അപ്പൊ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാത്രി ലൈവിൽ അധീന ഭാരതിയെയും അവരുടെ സുഹൃത്തിനെയും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കേൾക്കുക. കാരണം ആർക്കും എത്തിപ്പെടാൻ പറ്റും. ഒരു കാരണം പറഞ്ഞുകൊണ്ടും കുംഭമേളയ്ക്ക് പോവാതെ, കാരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും പോവാതിരിക്കാൻ വേണ്ടി. പക്ഷെ പോവാൻ വേണ്ടി കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ വളരെ വിരളമാണ്. അത്തരത്തിൽ പോവാൻ വേണ്ടി ആ കാരണം കണ്ടെത്തി ധൈര്യസമേതം ആരോടും അഭിപ്രായം ചോദിച്ച് 100 കണക്കിന് അഭിപ്രായമായിരിക്കും നമ്മളൊരു കാര്യം ചോദിച്ചാൽ കിട്ടുക. അതൊന്നും കാത്തു നിൽക്കാതെ ധൈര്യസമേതം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ കുട്ടി പോയി, അവർ 2 പേര് പോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഇൻസ്പിറേഷൻ അല്ല നമുക്ക് തരുന്നത്, അത് നാട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നാളെ വൈകിട്ട് നമ്മുടെ ചാനലിൽ ആ കുട്ടികളെ നമ്മൾ ലൈവിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് എന്താണ് കുംഭമേളയിൽ പോകാനുണ്ടായ അവരുടെ ആ ഒരു എങ്ങനെയാണ് അവർക്ക് അങ്ങനെ പോകാൻ തോന്നിയതെന്നും അവിടെ ചെന്നതിന് ശേഷം എന്ത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അധീന ഭാരതിയെ എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. അവരൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ, ക്രിസ്ത്യൻ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ കുട്ടിയാണെന്ന് കൂടെ യാഥാർത്ഥ്യം കൂടി നിങ്ങൾ അറിയുക. അവരുടെ പേര് അധീന ഭാരതി എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, അവരൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ. എന്നാൽ എല്ലാവരും ഹിന്ദു എന്ന് പറയുന്ന നിർവചനത്തിന് താഴെ ആരൊക്കെ വരുന്നു ചോദിച്ചാൽ അവിടെയാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഈ വിഭാഗങ്ങളൊക്കെ ഹിന്ദു എന്ന് പറയുന്ന നിർവചനത്തിന് കീഴെ വരുന്നവർ തന്നെയാണ്. ഇന്ത്യൻ അതല്ലെങ്കിൽ ഭാരതീയൻ എന്ന് പറയുന്ന നിർവചനത്തിന് താഴെ വരുന്നവരാണ്. അല്ലാതെ ഞാൻ ഇവിടുത്തെ വലിയ എന്തൊരു സംഭവമാണ്, ഞാൻ വലിയ സമാധാനക്കാരനാണ്, മറ്റതാണ്, ഞാൻ മാത്രമാണ് ഇവിടെ വലുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന, മറ്റുള്ളവരെ മേൽ കുതിര കയറിക്കൊണ്ട് ഇവിടെ ഈ പറയുന്ന ദുഷ്ടത നടപ്പിലാക്കാൻ വേണ്ടി നടക്കുന്ന അവർക്കൊക്കെയുള്ള ഒരു പാഠം തന്നെയാണ് ഈ പറയുന്ന അധീന ഭാരതി എന്ന് പറയുന്ന കുട്ടികളൊക്കെ. അതല്ലെങ്കിൽ നുസ്രത് ജഹാൻ എന്ന് പറയുന്ന ആ സഹോദരിയൊക്കെ. ഇനി ഒരു പക്ഷേ ജസ്ന സലീം എന്ന് പറയുന്ന ഈ സഹോദരിയും നാളെ അവർക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരും അവരുടേതായുള്ള വ്യക്തിത്വം, വ്യക്തിമുദ്ര ഈ സമൂഹത്തിൽ, അതിലൂടെ ഇവിടെ നടക്കുന്ന ഒരുപാട് അനീതികളും അതിലൊക്കെ ഈ പറയുന്ന സമാധാന മതക്കാർ എന്ന ചിന്തയോടുകൂടി ഇവിടെ ഏറ്റവും കൂടുതൽ സമാധാനം നശിപ്പിക്കുന്നവർ, അവർക്കൊക്കെ മനസ്സിലാക്കാൻ
ഭഗവാനായി കഴിഞ്ഞാൽ എല്ലാവരും വലിയ പങ്ക് തന്നെയാണ് വഹിക്കപ്പെടുക. അത് ചരിത്രം കാത്തു സൂക്ഷിക്കപ്പെടുന്ന, കാലങ്ങളോളം ഇവിടെ നിലനിൽക്കുന്ന ചരിത്രമാണെന്ന് കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് കാലാകാലം എല്ലാവരെയും ശത്രുക്കളായി നിലനിർത്തിക്കൊണ്ട് അകറ്റി നിർത്താനല്ല, അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ആ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വന്ന് അവർ നമ്മളോടൊപ്പം ചേരുമ്പോൾ ആ ചേരുന്നവരെ ചവിട്ടി അകറ്റാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അത് തന്നെയാണ് ലക്ഷ്മികാനത്തിനോടും ലസിതയും പ്രശ്നമുള്ള സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത്. ലക്ഷ്മികാനത്ത് സഹോദരിക്ക് അത് മനസ്സിലായി. ലസിത വീണ്ടും ഇതാ ഇപ്പൊ ജസ്നയുമായിട്ട് വന്നിരിക്കുന്നു. ഇതിനു മുൻപും അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ, എന്നും പ്രശ്നങ്ങളാണല്ലോ പ്രശ്നങ്ങളുള്ളവർക്ക്. അപ്പോൾ ആ പ്രശ്നങ്ങളിലൊന്നും പോവാതെ സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ജസ്ന സലീമിനെതിരെ ഉള്ള നിലപാടുകളിലൊന്നും നമ്മൾക്ക് മാറ്റമൊന്നുമില്ല. എല്ലാ സമയത്തും നമ്മൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ട് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ വാണിജ്യപരമായിട്ടോ മറ്റ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ വേണ്ടി ആര് വന്നു കഴിഞ്ഞാലും അതിനെ നമ്മളാൽ കഴിയുന്ന കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം നഖശിഖാന്തം എതിർക്കുക തന്നെ ചെയ്യും. ആ എതിർപ്പ് കാണുമ്പോൾ അല്പമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് നിങ്ങളുടെ ഉപജീവന മാർഗമാക്കാൻ വേണ്ടി നിങ്ങൾ വന്നുകൊള്ളൂ, നോ പ്രോബ്ലം. പക്ഷെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ മാനിച്ചുകൊണ്ട് അതിൽ ബഹുമാനത്തോടു കൂടി ക്ഷേത്രങ്ങളെ കണ്ടുകൊണ്ട് തന്നെ അവിടെ ആർക്കും കയറി നിരങ്ങാൻ പറ്റുന്ന ഒരു ഇടമല്ല എന്ന ധാരണ ഉള്ളുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് വന്നിരുന്ന ആളുകളെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ മാറ്റി എല്ലാവരും സ്വസ്ഥമാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്റെ പേര് വലിച്ചു വെച്ചുകൊണ്ടോ എന്നെ കരിവേരി തേക്കാനോ ശ്രമിച്ചാലൊന്നും എന്നെ അത് ബാധിക്കുന്നില്ല. അതിലും വലിയ വലിയ കൊണാണ്ടർമാർ അതിന് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ മറ്റൊന്നുകൂടി പറയാം, ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന നമ്മളെല്ലാവരും, ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനക്കുറവൊന്നുമില്ല. പക്ഷെ അദ്ദേഹം സുരേഷ് ഗോപിക്കെതിരെ ഒരു വ്യാജ വാർത്തയുമായി രംഗത്ത് വന്ന സമയത്ത് അതിനെതിരെ ശക്തമായി ഞാൻ നിലപാടെടുത്തിരുന്നു. അത് അദ്ദേഹത്തിന് പക വരാൻ ഒരു കാരണമായി. പിന്നെ മാത്രമല്ല ഒട്ടേറെ വീഡിയോകൾ അദ്ദേഹത്തിനെതിരെ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വന്ന പക പിന്നീട് എനിക്കെതിരെ വ്യാജ കേസുമായി, അതായത് ഈ RSSകാരിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം സ്വദേശിയുള്ള സ്ത്രീയുടെ വെളിപ്പെടുത്തലാണ് ഇയാൾ കൊണ്ടുവന്നത്. അത് ശുദ്ധ നുണയാണെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് എനിക്കെതിരെ വ്യാജ ബലാത്സംഗ പരാതിയാണ് ഈ പറയുന്ന നന്ദകുമാർ സാർ അടക്കമുള്ള ആളുകളുടെ പ്രചോദനാർത്ഥം ആ സ്ത്രീയെ വെച്ചുകൊണ്ട് ചെയ്തത്. പക്ഷെ നമ്മൾക്ക് നമ്മളെന്താന്നുള്ളത് തിരിച്ചറിയാവുന്നത് കൊണ്ട് തന്നെ, അത് പോലീസ് സംവിധാനത്തിന് പോലും തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അത് വ്യാജ പരാതിയാണെന്ന് മനസ്സിലായി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ രേഖ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ തന്നെ സമർപ്പിച്ചു. ഞാൻ ഈ കേസിൽ മുൻകൂർ ജാമ്യം എടുത്ത് ആ മുൻകൂർ ജാമ്യം നടപ്പിലാക്കാൻ വേണ്ടി പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്താണ് ഇത് അറിയുന്നത്. ഈ കേസ് പോലീസ് തന്നെ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് എഴുതി തള്ളിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താണോ നമ്മളാണ് അത് എന്നുള്ളത് നമ്മൾക്ക് അറിയുന്നിടത്തോളം കാലം നമ്മുടെ ഭാര്യയായാലും എൻ്റെ ഭാര്യയായാലും മക്കളായാലും അമ്മയായാലും സഹോദരങ്ങളായാലും നാട്ടുകാരായാലും അവരെ മാത്രം ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തമേ എനിക്കുള്ളൂ. ബാക്കിയെല്ലാം ഭഗവാൻ നടമാടും. ഞാൻ എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാൻ തുറന്നു കാണിച്ചു തരും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടാൻ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ്. അതുകൊണ്ട് എൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ലസിത മേലാൽ ഇമാതിരി പരിപാടിയൊന്നും ചെയ്യരുത്. ഞാൻ ജസ്നയോടും അതാ പറഞ്ഞു, എന്റെ പേര് ഉപയോഗിച്ചുകൊണ്ടും ചെയ്യരുത്. അപ്പൊ അവർ പറഞ്ഞില്ല ഏട്ടാ, നമ്മുടെ പേരോ കാര്യങ്ങളോ അല്ല, നിങ്ങൾ പറഞ്ഞതിലെ കാര്യം. ഞാൻ 9.32 സെക്കൻഡാണ് ഞാൻ അവരോട് സംസാരിച്ചത്. 9 മിനിറ്റ് 32 സെക്കൻഡ്. അതിലെ കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റി, അതവർ ഉൾക്കൊണ്ടു. അവർ അതിൽ ലസിതയോടുള്ള പക കൊണ്ട് കുറച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു അവരുടെ വീഡിയോയിൽ എന്നുള്ളത് സത്യമാണ്. അതിനൊരിക്കലും നമ്മൾ ജസ്റ്റിക്ക് കൂട്ടു നിൽക്കില്ല. പക്ഷെ ഇനി അവർ എന്തായാലും ലസിതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ചളിവാരി ഏറിയൽ ഉണ്ടാവില്ല എന്നുള്ളത് എൻ്റെ അടുത്തും അതുപോലെ ഒട്ടേറെ ആളുകൾക്കും വാക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾക്കിവിടെ പേരെടുത്ത് ഒരുപാട് ആളുകളുടെ പേരൊന്നും പറയാൻ പറ്റില്ല, അവരോടൊക്കെ ഇവർ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളാകുമ്പോൾ അവരനുസരിക്കട്ടെ. അതിൽ ലസിത എത്രത്തോളം ഉൾക്കൊണ്ട് അവരത് മനസ്സിലാക്കുന്നു എന്നുള്ളത് അത് അവരുടെ ഭാഗമാണ്. നമുക്കതിൽ പക്ഷം പിടിക്കാനൊന്നുമില്ല. ഞാൻ ലസിതയ്ക്കൊപ്പാണ്, ഞാൻ ജസ്നയ്ക്കൊപ്പാണ്, ഞാൻ ലക്ഷ്മിക്കൊപ്പാണ് എന്ന് പറയണം. നമുക്ക് പക്ഷം പിടിക്കേണ്ട ഏർപ്പാടില്ല. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എത്രത്തോളം എന്നെ ഉപദ്രവിച്ചാലും അതിൽ വളർന്ന് അതിൽ ചവിട്ടി കുതിച്ച് വളരുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇതിലപ്പുറവും ചാടിക്കടന്നവനാണ് പൊന്നാര മക്കളെ ഞാൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.